ഗർഭനിരോധന ഉറകൾ ഇന്ന് കൊച്ചിയിലെ 10ാം ക്ലാസ്സിന് താഴെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ വേറൊരു റിപ്പോർട്ട് ഞാൻ കേട്ടത് ടീനേജ് കുട്ടികളിൽ എയ്ഡ്സ് രോഗം ഭീകരമായിട്ട് പടരുന്നു എന്നുള്ളത്. ഇനിയും ഗവൺമെന്റും സർക്കാരും ശരിക്കും ഇദ്ദേഹത്തിന് ഡേറ്റ എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഡേറ്റ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. മേ ബി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഈ വിഷയത്തെ പറ്റി വേറൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. എന്റെ നിരീക്ഷണവും വേറെ ഒന്നാണ്. നോക്കൂ, പ്യൂബർട്ടി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം വലിയ പിള്ളേരായി മാറുകയും സെക്ഷലി ഉള്ള അട്രാക്ഷൻ ഓപ്പോസിറ്റ് ജെൻഡറോട് വളരെ നോർമലായിട്ട് തോന്നുകയും ചെയ്യും. ലോകത്ത് സെക്സ് ചെയ്തു എന്നൊരു കാരണം കൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരേ ഒരു ജീവി മനുഷ്യജീവിയാണ്. ബയോളജിക്കൽ നമ്മൾ പ്യൂബർട്ടി ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സെക്ഷൽ ഉണർവൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അടുത്തിരിക്കുന്ന മെയിൽ ഫീമെയിൽ ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു താല്പര്യം തോന്നുകയും അവർ സെക്സിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. പഴയ സമൂഹത്തിനകത്ത് ഒരു പരിധി വരെ മതം അതിനെ വിലങ്ങ് തടിയായി നിന്നിട്ടും മതം ഉണ്ടാക്കി വെച്ച ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നത് കാരണം അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം നമുക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അന്നും ഒളിഞ്ഞും പാത്തും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്, ഇന്നും അത് ചെയ്യുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ആൾക്കാർ കുറച്ചുകൂടി ഓപ്പൺ ആയതുകൊണ്ട് വളരെ വൈഡായിട്ട് അത് ചെയ്യുന്നു. ഇനി സെക്സ് എഡ്യൂക്കേഷൻ, നമ്മൾ പ്രായപൂർത്തിയാവാനുള്ള മാനദണ്ഡം നമ്മുടെ സ്റ്റേറ്റ് പ്രായപൂർത്തിയുള്ള മാനദണ്ഡം വെച്ചിരിക്കുന്നത് കാരണം ആ പ്രായത്തിന് ശേഷം നമുക്ക് സെക്സ് ചെയ്യാൻ ലീഗലി പോസിബിൾ ആണെന്നുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയും അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ധാരണ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോണ്ടം ഉപയോഗമൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ധാരണ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രായമെന്ന് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഈ സെക്സൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അത് നമ്മൾ സ്കൂളിലൊക്കെ എഡ്യൂക്കേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൊരു സാധനമാണ്. അല്ലാതെ അത് ചെയ്യുന്നത് പാവമാണെന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ചെയ്യുന്നത് എന്തോ തെറ്റാണെന്ന് കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവരെ ഡിപ്രഷൻ അല്ലെങ്കിൽ അവർ അതൊരു ഹോളിനെസ് ഉണ്ടാക്കി അത് തെറ്റാണെന്നൊരു സാധനം അവർക്കുള്ളിൽ ഇട്ട് കൊടുക്കാനേ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ട് സമൂഹത്തിൽ ഇന്നേ വരെ യാതൊരു മാറ്റം ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും കാലഘട്ടങ്ങളിലായിട്ട് കണ്ടിട്ടില്ല. അതിനെ നമ്മൾ പിടിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കുകയും അടി കൊടുക്കുകയും തൂക്കിക്കൊല്ലുകയും കല്ലെറിയുകയും അകറ്റിർത്തുകയും ചെയ്യുന്നത് കൊണ്ടൊന്നും നാച്ചുറലി സംഭവിക്കുന്ന ഒരു സ്വാഭാവിക കാര്യത്തെ നമ്മൾ എതിർക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്.